വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കിന്ന് സെറ്റിൻ്റെ കണ്ടിന്യൂഷൻ, നമുക്കിന്ന് ഡിഫറൻസ് ഓഫ് സെറ്റ്സും കോംപ്ലിമെൻറ്റും കൂടെ പഠിച്ച സെറ്റ് തീരും അല്ലേ. എല്ലാവരും നന്നായി പഠിക്കുക. നമുക്ക് നോക്കാം. ഡിഫറൻസ് ഓഫ് സെറ്റ്സ്. രണ്ട് സെറ്റുണ്ട്, അതിൻ്റെ ഡിഫറൻസ് എ മൈനസ് ബി. ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസിന് മുമ്പുള്ള ഫസ്റ്റ് ലെറ്റർ ഏതാണ്? സെറ്റ് എ. അത് നോക്കാം. എലിമെൻ്റ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. എയിലുണ്ടായിരിക്കണം എന്നാൽ ബിയിൽ കാണരുത്. മനസ്സിലായോ? എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് എ ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത്ര പേർക്ക് മൈനസിന് മുമ്പ് ഫസ്റ്റ് സെറ്റ് ഏതാണോ അതിലുണ്ടായിരിക്കണം എന്ന ബിയിൽ കാണരുത്. എ 1 2 3 4, ബി 3 4 5. നമ്മൾ എങ്ങനെയാണ് മൈനസ് ബി കാണുന്നത്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എടുക്കുക. ഇവിടെ എന്ത് വരും? 3 4 അല്ലേ? 3 4 കോമൺ ആയിട്ട്. ഈ 3 4 നമ്മൾ എയിൽ നിന്ന് ഒന്ന് മാറ്റിയാൽ മതി. എന്ത് കിട്ടും? എ മൈനസ് ബി 1 2. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് എ മൈനസ് ബി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലിമെൻറ്റ് എയിൽ നിന്നും മാറ്റുക. അപ്പം നമുക്ക് എ മൈനസ് ബി കിട്ടും. അങ്ങനെയാണ് ബി മൈനസ് എ എന്തായിരിക്കും? ബിയിലും എയിലും കോമൺ ആയിട്ടുള്ളത് ഏത് സെറ്റിൽ നിന്ന് മാറ്റണം? ബിയിൽ നിന്നും മാറ്റണം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? സെറ്റ് 5. നിങ്ങൾക്ക് എൻ്റെ വെൻ ഡയഗ്രം കൂടെ നോക്കാം. യു എ മൈനസ് ബി നമുക്കറിയാം. ഈ എയിൽ നിന്നും ഈ ഇൻ്റർസെക്ഷൻ പാർട്ട് വെച്ചാൽ കോമൺ ആയിട്ടുള്ള പാർട്ട് അങ്ങ് മാറ്റുക. കാരണം അത് ബിക്കും കൂടെ ഉണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ പാർട്ട് മാറ്റുന്നത്. ഇതാണ് എ മൈനസ് ബി. ദിസ് ഈസ് ബി മൈനസ് എ. ഈ പാർട്ട് എന്താ? എ ഇൻ്റർസെക്ഷൻ ബി. ഇത്രയും എ ഇൻ്റർസെക്ഷൻ. ദിസ് ഈസ് എ മൈനസ് ബി, ദിസ് ഈസ് ബി മൈനസ് എ. ഇപ്പം നമ്മൾ രണ്ട് സെറ്റ് എടുത്തു. ഇതിൽ എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ് എ എടുക്കുമ്പോൾ ഇത് മൂന്നും എന്തായിരിക്കും? പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കും. എ മൈനസ് ബിയും എ ഇൻ്റർസെക്ഷൻ ബി എടുത്താൽ ഡിസ്ജോയിൻ്റ് ആയിരിക്കും, കോമൺ ഒന്നും വരത്തില്ല. എ ഇൻ്റർസെക്ഷൻ ബിയും ബി മൈനസ് എ എടുത്താലോ അതും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. എ മൈനസ് ബിയും ബി മൈനസ് എ എടുത്താലും ഡിസ്ജോയിൻ്റ് ആയിരിക്കും. ഈ അസേർഷൻ റീസൺ അങ്ങനെയൊക്കെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിയറി പാർട്ട് പോലെ ചോദിച്ചാൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അത്രയേ ഉള്ളൂ. CBSEയിലൊക്കെ അങ്ങനെ ചോദിക്കുമല്ലോ. എ മൈനസ് ബി, എ ഇൻ്റർസെക്ഷൻ ബി, ബി മൈനസ്. ഇത് മൂന്നും എന്താണ്? പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആണ്. ഇത് മൂന്നിന് കോമൺ ഇല്ല. മനസ്സിലായല്ലോ? ഇത് രണ്ടിനും കോമൺ ഇല്ല. എ ഇൻ്റർസെക്ഷൻ ബിക്കും ബി മൈനസ് എയ്ക്കും ഇല്ല. എ മൈനസ് ബിക്കും ബി മൈനസ് എയ്ക്കും കോമൺ ഇല്ല. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. അങ്ങനെ വന്നാൽ എ മൈനസ് ബി എന്ത് വരുമെന്ന് നോക്കാം. എ 1 2, ബി 1 2 3. എയിലുള്ള എല്ലാ എലിമെൻറ്റും എവിടെയുണ്ട്? ബിയിലുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എ ബിയുടെ സബ്സെറ്റാണ്. അപ്പം നമ്മൾ എ മൈനസ് ബി നോക്കിയേ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് എവിടെയുണ്ട്? എയിലെല്ലാം അത് തന്നെയാണ്. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നൾ സെറ്റ്. അപ്പോൾ ഇവിടെ if A is a subset of B, then A minus B is equal to null set. നമുക്കിനി കോംപ്ലിമെൻറ്റ് നോക്കാം.
complement of a set. Universal set 1, 2, 3, 4, 5. A 1, 2, 3. നമുക്കിവിടെ കോംപ്ലിമെൻ്റ് ഡിനോട്ട് ചെയ്യുന്നത് എ ഡാഷ്. ഇപ്പോൾ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് യു ആൻഡ് എക്സ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ. യുയിലുണ്ട് എയിലില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇപ്പോൾ നമുക്കൊരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടോ അതത്രയും എലിമെൻറ്റ്സ് എവിടെ നിന്ന് മാറ്റണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റുക. 1, 2, 3 പോയ ബാക്കി എന്ത് കിട്ടും നമുക്കിവിടെ? ഈ കേസിൽ എ ഡാഷ് എന്തായിരിക്കും? 4, 5. അപ്പം നമുക്ക് ഡിഫറൻസ് ഇട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ ഡാഷ് ഈസ് ഈക്വൽ ടു യു മൈനസ് എ, എലിമെൻ്റ് ഇൻ യു ബട്ട് നോട്ട് ഇൻ എ. നമ്മളൊരു സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു, അതിന് വീണ്ടും കോംപ്ലിമെൻ്റ് എടുത്താൽ എന്തായിരിക്കും? അത് തന്നെ കിട്ടും അല്ലേ? സെറ്റ് ഇറ്റ് സെൽഫ്. എ ഡാഷ് ഡാഷ് എന്തായിരിക്കും? ഈ നൾ സെറ്റ് ഡാഷ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒന്നുമില്ല, എ സെറ്റ് വിത്ത് നോ എലിമെൻറ്റ്സ്. അപ്പം അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താ? യു. യു ഡാഷ് നൾ സെറ്റ്. ഡി മോർഗൻസ് ലോ. വെരിഫൈ ചെയ്യാനൊക്കെ വരും, ഡി മോർഗൻസ് ലോ അങ്ങനെ ചോദിക്കാറുണ്ട്. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ കണ്ട യൂണിയൻ, പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ഡാഷ് വന്നപ്പോൾ എന്ത് വന്നു? ഇൻ്റർസെക്ഷൻ. അതേപോലെയാണ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് വരുമ്പോൾ എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. നമുക്ക് ഇതിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. A is equal to set 1, 2, 3, 4. B is equal to 2, 4, 5. Universal set 1, 2, 3, 4, 5, 6. നമുക്ക് ഡി മോർഗൻസ് ലോ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എ യൂണിയൻ ബി ആദ്യം എടുക്കാം. എ യൂണിയൻ ബി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. യൂണിയൻ എടുക്കുമ്പോൾ 1, 2, 3, 4, പിന്നെ 2, 4 റിപ്പീറ്റ് ചെയ്യണ്ട. 1, 2, 3, 4, 5. ഇനി എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് 1, 2, 3, 4, 5 യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി ബാക്കി എന്ത് കിട്ടും? 6 കിട്ടും. നമുക്ക് എ ഡാഷ് 1, 2, 3, 4 പോയാൽ 5, 6. ബി ഡാഷ് 2, 4, 5. 2, 4, 5. 1, 3, 6. 2, 4, 5 പോയ 1, 3, 6. ഇനി എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് 5, 6, 1, 3, 6. ഏത് കോമൺ കിട്ടി? 6. കണ്ടോ? ഇത് രണ്ടും ഒരേപോലെ. LHS ഈക്വൽസ് RHS. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇങ്ങനെ ക്വസ്റ്റ്യനിലേക്ക് വെരിഫൈ ഡി മോർഗൻസ് ലോ. എക്സാം ടൈം അടുത്ത് വരുമ്പോൾ നമുക്ക് റിവിഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം കുറേ ചെയ്യാം. 2018 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ചാപ്റ്റർ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് സെറ്റിൽ എ ഡാഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് എ ഡാഷ്. എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് ആണെങ്കിലോ എ യൂണിയൻ ബി അത് മാറ്റിയിട്ട് ബാക്കി എല്ലാ ഭാഗവും ഷെയ്ഡ് ചെയ്യും.
എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി പാർട്ട് വഴി ബാക്കിയെല്ലാം ഷെയ്ഡ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ഫങ്ഷൻ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് കുറച്ച് നോക്കാനുണ്ട്. ഫങ്ഷൻ എന്താണ് എല്ലാം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കുട്ടികൾക്കും താങ്ക്സ്.